നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് സിനാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ചാനലിൻ്റെ പേര് മലയാളി മേക്കർ എന്നാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടോ. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ വരും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടോ. അതായത് ഈ ഇൻട്രോ വീഡിയോ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കൈൻമാസ്റ്റർ ആണ്. അപ്പോൾ ഈ കൈൻമാസ്റ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിന് മുമ്പ് അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വേറെ ഒന്നും പറഞ്ഞ് വേഗിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദെൻ വി ക്യാൻ ഗോ ടു അവർ വർക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഏത് ഇമേജാണ് എഡിറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഇമേജ് ഇതുപോലെ 9 പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ നമ്മളൊരു സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് എല്ലാവർക്കും ആ ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണുക. അപ്പോൾ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് ഒന്ന് പോവുക. അപ്പോൾ താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് ഏത് വെച്ചാൽ അത് ജസ്റ്റ് ഇതിലേക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പാർട്സ് ഇൻ വിഡ്ത്തും പാർട്സ് ഇൻ ഹൈറ്റ് എന്നുണ്ട്. അപ്പോൾ ആ 2 ഓപ്ഷൻസിൽ നമ്മൾ 3 അഥവാ 3 എന്നുള്ള ആ ഒരു നമ്പറാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിഡ്ത്തിലോട്ടും അതുപോലെ തന്നെ ഹൈറ്റിലോട്ടും 3 പീസേജാണ് വേണ്ടത്. അതായത് നമ്മുടെ ഇമേജ് 3 കട്ടായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് താഴത്ത് JPEG എന്നുള്ള ഓപ്ഷൻ അതിൽ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അതായത് ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അത് ലോഡിംഗ് ആയിട്ട് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മളൊക്കെ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ആർച്ചീവ് വിത്ത് ആൾ പാർട്സ് അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിപ്പ് ഫയലായിട്ടുണ്ട് അത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സിപ്പ് ഫയലായിട്ട് നമ്മുടെ ഗാലറിയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഫയൽ കയറിയിട്ട് ജസ്റ്റ് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എല്ലാ ഫോണും ചിലപ്പോൾ ഇപ്പോൾ പുതിയത് ഇറങ്ങലിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ZR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കാണാൻ, അതായത് 9 ഇമേജസ് അതിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൈൻമാസ്റ്ററിലാണ്. അപ്പോൾ കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു പ്ലസ് ഐക്കണിലുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് ഒരു 16:9 എന്നുള്ള ഓപ്ഷൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ഇമേജാണ് വേണ്ടത് ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഇമേജസ് ആയിട്ടും ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യേണ്ട തരം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ലെയർ മീഡിയ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ആ ഒരു ഇമേജ് നമുക്ക് സെൻറ്ററിലെ ഇമേജാണ് ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഇമേജസ് കാണും. അപ്പോൾ ആദ്യത്തെ 3 ഇമേജസ് ഫസ്റ്റ് ലൈനിലേതാണ്, പിന്നെ വരുന്ന 3 ഇമേജസ് സെക്കൻഡ് ലൈനിലേതാണ്, പിന്നെ വരുന്ന 3 ഇമേജസ് ലാസ്റ്റ് ലൈനിലേതാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡിൽ ആയിട്ട് വരുന്ന 3 ഇമേജസിലെ സെൻറ്ററിൽ കിടക്കുന്ന ആ ഒരു ഇമേജാണ് നമ്മുടെ ഏറ്റവും സെൻട്രലായിട്ട് കിടക്കുന്ന ഇമേജ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സെൻറ്ററത്തെ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു M എന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. അതായത് അതിൻ്റെ ആ ഒരു വീഡിയോയുടെ സൈസ് ആ ഒരു ലെയറിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നേരത്തെ നമ്മൾ കൂട്ടി കൊടുത്ത് ഇനി സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് എത്രയാണ് എല്ലാ ലെയറും അതായത് എല്ലാ ഇമേജസും ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് നമുക്ക് നോക്കിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എല്ലാതും നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ കൊള്ളണം. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ആനിമേഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആനിമേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തും കൊടുക്കാം. ഇനി നമ്മൾ കുറച്ചൊന്ന് ഒരു 3 സ്പേസ് ഇട്ടിട്ട് നമ്മളെ രണ്ടാമത്തെ 2 ഇമേജ് ഉണ്ട്. അപ്പോൾ ആ 2 ഇമേജും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലെയും ലെഫ്റ്റിലെയും സെൻട്രൽ ലൈനിൽ വരുന്ന 2 ഇമേജസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് എനിക്ക് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു 2 ഇമേജസിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ഇമേജസ് എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. അതായത് നമ്മൾ ആ ഒരു സെൻട്രൽ ലൈനിൽ വരുന്ന റൈറ്റും ലെഫ്റ്റും ആയിട്ട് വരുന്ന 2 ഇമേജസാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ലെങ്ത്ത് നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഇതിൽ നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ട് വരുന്നൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഒന്ന്, അതായത് എല്ലാ ഇമേജസിൻ്റെയും സൈസ് ഒന്ന് കറക്റ്റാക്കി ഇടുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ഇമേജസും ഒരേ സൈസിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി പോകും. അതുകൊണ്ട് തന്നെ എല്ലാ ഇമേജസും കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ
ഇത് എങ്ങനെയാണ് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ ജസ്റ്റ് ആ സെൻറ്ററിൽ ഫസ്റ്റ് ഇമേജ് നമ്മൾ ഇട്ടല്ലോ, ആ ഒരു ഇമേജിൻ്റെ അതേ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ സൈസ് നമ്മളൊന്ന് കൂട്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് ഇതിൻ്റെ നമ്മുടെ സൈസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫാസ്റ്റായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് പറയേണ്ടി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് കറക്ഷനും കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്ന വോയിസ് ഓവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. താഴെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ് ചെയ്തിട്ടോ. സബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് നമ്മൾ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഇമേജ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഏത് സൈഡിൽ ഇട്ടിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ ആ ഒരു സൈഡിലിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അത് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരിപാടി ഇതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ അതായത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത 2 ഇമേജസിനും നമ്മളൊരു ഇന്നാനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഇന്നാനിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും അറിയാത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾ അതായത് ആ ഒരു ഇമേജ് ഇതിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ആനിമേഷനാണ്. അപ്പോൾ ഇന്നാനിമേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലൈഡ് ടു ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ സ്ലൈഡ് ടു അപ്പ്, ഡൗൺ എന്നുള്ളൊരു 4 ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ നമുക്ക് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലും പ്രധാനമായിട്ട് വരുന്ന ഇന്നാനിമേഷൻ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റിലേക്കുള്ള ഇമേജിന് സ്ലൈഡ് ടു ലെഫ്റ്റും അതുപോലെ തന്നെ റൈറ്റിലേക്കുള്ള ഇമേജിന് സ്ലൈഡ് ടു റൈറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ടു അപ്പും മുകളിലേക്കുള്ള ഇമേജും സ്ലൈഡ് ടു ഡൗണ് താഴേക്കുള്ള ഇമേജിനാണ് കൊടുക്കാൻ കരുതിയിട്ടുള്ളതല്ല, നമ്മളങ്ങനെ കൊടുക്കണം. കാരണം നമുക്ക് അതാണ് ഈ ഒരു വീഡിയോയുടെ പെർഫെക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ലാസ്റ്റ് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. അതിനായിട്ടാണ് നമ്മൾ സ്ലൈഡ് ടു റൈറ്റ്, ലെഫ്റ്റ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്നാനിമേഷനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈസ് കറക്റ്റാക്കി ഇടുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലെ റൈറ്റ് സൈഡിലെ ഇമേജും അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ നിരയിലെ ലെഫ്റ്റ് സൈഡിലെ ഇമേജുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഏത് ഇമേജസ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ഇമേജിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 2 ഇമേജസ് ഒന്നിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഇമേജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലെങ്ത്ത് ഒന്ന് ഫുള്ളാക്കിയിട്ട് അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടേണ്ട ആവശ്യം വരാതിരിക്കാനാണ് ജസ്റ്റ് ഒപ്പം, അതായത് എല്ലാ ലേയേഴ്സും ഒപ്പമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 2 ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2ൻ്റെയും സൈസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഇമേജസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈസ് അതായത് ആദ്യം നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജസിൻ്റെ ഒപ്പം വെച്ചിട്ട് സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് ആ ഒരു ഇമേജിൻ്റെ ഒപ്പം വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഒരു ഇമേജ് ഏത് ഭാഗത്ത് വരുന്നതാണെന്നുള്ളത് ഇനി അടുത്ത ഇമേജ് വെക്കുമ്പോൾ ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു ഇമേജ് എവിടെയാണ് വരുന്നത് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇമേജ് നമ്മൾ അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് എവിടെയാണ് എങ്ങനെ വെക്കേണ്ടത് വെച്ചാൽ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ഇമേജ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. അതായത് ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മളെല്ലാ ഇമേജസും ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് പഠിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ പരിപാടി മനസ്സിലായി തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു 2 ഇമേജസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്നാനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കൊടുത്ത് റൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റുമാണ്, അതായത് സ്ലൈഡ് ടു റൈറ്റ്, സ്ലൈഡ് ടു ലെഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതതിന് വിപരീതമായിട്ട് സ്ലൈഡ് ടു അപ്പും സ്ലൈഡ് ടു ഡൗണും ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ലൈഡ് ടു ഡൗൺ കൊടുക്കുമ്പോൾ അത് ഡൗൺ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ അപ്പ് കൊടുക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നതും ഞാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ട അറിയില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇമേജ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് കാണിക്കില്ല ഏതൊക്കെ ഇമേജസാണ് ആഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള നമ്മൾ നേരത്തെ മുമ്പ് ചെയ്തിട്ടുള്ള അതേ പ്രോസസ്സ് തന്നെ ഇനി എല്ലാ ഇമേജസിനും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് ഏത് ഇമേജാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ വെറൈറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം, അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് തരണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈസ് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് എവിടെ വെക്കേണ്ടത് വെച്ചാൽ അവിടെ വെക്കുക.
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഞാനിപ്പോൾ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്ത ഇമേജസ് ഏതാണെന്നുള്ളത്, അതായത് നമ്മുടെ ആ ഒരു സെൻറ്ററിലത്തെ ഇമേജസാണ്. ഇനി അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ അപ്പ് ഡൗൺ എന്നല്ല കൊടുക്കുന്നത്, ഇതിന് നമ്മൾ എന്താണ് ആ ഒരു കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളതാണ് ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു ഇൻട്രോ വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഏത് ആനിമേഷനാണ് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതായത് ആനിമേഷൻ നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ കൊടുക്കുക. ഞാൻ കൊടുത്ത അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പരിപാടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മളെ ആ ഒരു ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വാട്ടർമാർക്ക് മുഴുവനായിട്ട് കറക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിന് നമ്മളൊരു ആനിമേഷൻ കൊടുക്കുക, അതായത് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളതാണ് ഇവിടെയും കൊടുക്കുന്നത്. നമുക്ക് അപ്പ് ഡൗൺ എന്ന് വരുന്നത് ആകെ നമ്മൾ ആ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്ത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ ഞാൻ കറക്റ്റാക്കി കാണിച്ചു തരാം ലാസ്റ്റ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എവിടെയാണ് കിട്ടേണ്ടത് ആ ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടുക. എല്ലാ ഇമേജസും ബാക്കിയുള്ള വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിടുക. നമ്മുടെ ഈ ഒരു ലോഗോ ഫുള്ളായിട്ട് എപ്പോഴാണ് കിട്ടുന്നത് എന്നിട്ടൊരു 2-3 സെക്കൻഡ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ഒരു ലോഗോയുടെ ഒറിജിനൽ ഇമേജ് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് ഒന്നിച്ച് മാഞ്ഞു പോകുന്ന ആ ഒരു ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പകുതിക്കായത് നമ്മൾ ആ നേരത്തെ ചെയ്ത് വെച്ച വീഡിയോയുടെ ഒരു ലാസ്റ്റ് എൻഡിങ്ങിലായിട്ട് ഇതുപോലെ ഒരു ഇമേജ് അതിൻ്റെ ഫുൾ സൈസ് ഇമേജും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ആനിമേഷനും അതുപോലെ തന്നെ ഔട്ട് ആനിമേഷനും കൊടുക്കുക. അപ്പോൾ ആനിമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഫെയ്ഡായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, അതായത് ഫെയ്ഡ് എന്നുള്ളൊരു ആനിമേഷൻ. അപ്പോൾ ജസ്റ്റ് കൊടുക്കുക, ടൈമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഔട്ട് ആനിമേഷനും നല്ലൊരു ആനിമേഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ആനിമേഷൻ കൊടുത്തിട്ട് അവിടെ തന്നെ ഞാൻ എന്താണ് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ മലയാളി മേക്കർ എന്നുള്ള ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ അതെന്തായാലും മറക്കാതെ നിങ്ങൾ ഓർമ്മിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരൊന്നും മറക്കരുതിട്ട് ആരും. ഇനി അതിന് നല്ലൊരു ഫൗണ്ടും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ മലയാളി മേക്കർ എന്നുള്ള നല്ലൊരു ഫൗണ്ടും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അത് നമ്മൾ അതിൻ്റെ ഫൗണ്ടും കാര്യങ്ങളും കൊടുത്തിട്ട് സൈസൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ അത് എന്താണ് സ്കെയിൽ ടു ഡൗൺ എന്നുള്ള അങ്ങനെ എന്തോ ഒരു ഔട്ട് ആനിമേഷനാണ് കൊടുത്തിരുന്നത് ആ ഒരു ഇമേജിന്. അപ്പോൾ ഇതിന് സ്കെയിൽ ടു അപ്പ് എന്നുള്ളൊരു ഇത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നതുകൊണ്ട് ആ ഒരു ആനിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഔട്ട് ആനിമേഷൻ ഫെയ്ഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മതിയെങ്കിൽ മതി, ബട്ട് ഞാൻ ജസ്റ്റ് ഇതിലേക്കൊരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ലാസ്റ്റ് എൻഡിങ്ങിൽ, അതായത് ആ ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ജസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്കി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കണം. നമുക്ക് വേണ്ട ഇമേജസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പിക്സൽ ലാബിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കണം എവിടുന്നേലൊക്കെ. അപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് കിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഇമേജസ് ആകുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ ഗ്രേഡിയൻ്റ് ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് പിക്സൽ ലാബിൽ ചെയ്ത് വെച്ച ഇമേജസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ എഫക്റ്റ് ഉണ്ടല്ലോ, അവിടെയാണ് അവിടെ ഈ ഒരു കളി വരുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ എഫക്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന വേർഡ്സൊക്കെ കറക്റ്റ് ആവുന്നത് കരുതുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ എഫക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ നമ്മൾ ക്ലാസിക് ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ നമുക്ക് എന്തോ ഒരു കോൺഫറൻസോ അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും ആ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും, അതായത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും എൻഡിങ്ങിൽ ആ ഒരു ട്രാൻസ്ലേഷൻ എഫക്റ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പണി വരുന്നത് പറഞ്ഞാൽ ഇതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് അല്ലെങ്കിൽ എഫക്റ്റ് സൗണ്ട്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അവിടെ കാണിക്കുള്ള നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ പരിപാടി മുഴുവനായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ചോദിക്കാം. അപ്പോൾ ഇനി വേറെ ഒന്നും പറഞ്ഞ് വൈകിപ്പിക്കില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ, അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.